ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ് അൺനോൺ. സോ വെൽക്കം ടു ഡേ 7. ഇന്ന് നമ്മുടെ വീഡിയോ ഞാൻ ഇന്നലെ പ്രോമിസ് ചെയ്തതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി വണ്ടീനെ കുറിച്ചാണ്. സോ കാനഡയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് ശരിക്കും പറയുവാണെങ്കിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം, വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഗ്രൗണ്ടാണ്. ലൈക്ക് ഈവനിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കളിക്കാനൊക്കെ ആയിട്ട് വരും, അതേപോലെ തന്നെ ജോഗിങ്ങിന് വരും, പെറ്റ്സും ആയിട്ട് വരും. ഇപ്പോൾ നമ്മളിന്ന് ഷട്ടിലും കൂടെ കളിക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ കൂടെ വണ്ടിയുടെ വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി വണ്ടീനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടി വണ്ടി. ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ. നമുക്ക് നോർമലി ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ്. നോർമലി നമ്മൾ നാട്ടിൽ പോലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജിൻ്റെ റേഞ്ച് വരുന്നത് 60 ആട്ടോ. 60 കിലോമീറ്റേഴ്സ് വരെ ഇത് ഓടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു ലൈഫ് സേവർ എന്നൊക്കെ പറയാം. നടക്കേണ്ട ആവശ്യമില്ല, ബസ് കയറേണ്ട ആവശ്യമില്ല, നമ്മുടെ ചെറിയ 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 എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഇതിലാണ് പോകാറ്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. നമ്മളൊരു ചൈനീസിൻ്റെ നിന്നാണ് വാങ്ങിച്ചതും. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലക്കിന് കിട്ടിയതാണ്. ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഓൺ ചെയ്യുമ്പോൾ വരുന്നത്. ഇത് നമുക്കിപ്പോൾ പാർക്കിംഗ് മോഡാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ 4172 കിലോമീറ്ററാണ് ഇപ്പോൾ മൊത്തത്തിൽ ഓടിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2800 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ നമ്മളത് ഓടിച്ച് 4700, ഏകദേശം 2000 കിലോമീറ്ററോളം നമ്മളിപ്പോൾ ഓടിച്ചു. നമുക്ക് കീന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കാറിൻ്റെ സിസ്റ്റം എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ലോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. കണ്ടോ, ലോക്ക് ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതും. അതുകൊണ്ട് ഇപ്പം ഞാൻ ലോക്ക് ചെയ്തു, എന്നിട്ട് വണ്ടീനെ തൊടുവാണെന്ന് വിചാരിച്ചോ. കണ്ടോ, ഇപ്പം നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടീനെ ടച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത്. യൂഷ്വലി നമ്മൾ കാറിൽ ഇങ്ങനെയാണല്ലോ, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരും. സോ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് വരും. ഇതാണ് കീൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കീയും കൂടെ ഉണ്ട്. സോ ഇതാണ് കീ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരികയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചായിരുന്നു. ഇലക്ട്രിക് വണ്ടിയാണ്. ഇതിലിപ്പോൾ ചാർജ് ഏകദേശം ഫുള്ളാണ് ചാർജ് കാണിക്കുന്നത്. ഫുൾ ചാർജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മണിക്കൂർ ചാർജ് ചെയ്താലാണ് ഫുൾ ചാർജ് ആവുക. അങ്ങനെ ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി 60 കിലോമീറ്റർ ഓടും. നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനും വാൾമാർട്ടിലായാലും അല്ലാണ്ട് ക്ലാസ്സിലോട്ടാണെങ്കിലും ഈവൻ ഞാൻ ജോലിക്കൊന്ന് പോകുന്ന വരെ ഈ വണ്ടിയിലാണ്. ഭയങ്കര ബെനിഫിഷ്യൽ ആട്ടോ. നമുക്ക് ബസ് കാത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം വാങ്ങിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്നും ബസ് കയറിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. ഇതുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ വേറൊരു മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് മാത്രമാണ്, വേറെ അങ്ങനെയൊന്നും വരുന്നില്ല. എയർ ചെക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതാണ് ഞാൻ ഗൂഗിൾ മാപ്പ് ഇടാനായിട്ട് എൻ്റെ ഫോൺ ഹോൾഡറാണിത്. അല്ലാതെ വരുന്നത് നമുക്ക് പിന്നെ വരുന്നത് നോർമലി നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടർ പോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്, അല്ലാതെ തന്നെ ഹോൺ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പാർക്കിംഗ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സ്പീഡ് മോഡാണ് നമുക്കുള്ളത്. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് മോഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ കിടക്കുന്നത് കണ്ടോ, 1 ആണ് കിടക്കുന്നത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 സ്പീഡ് മോഡാണുള്ളത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം 25 km/h ഇത് പോവുക. നമുക്കത് ജസ്റ്റ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 2 ആയി. ഇത് മാക്സിമം ഇപ്പോൾ 40 km/h വരെ സ്പീഡ് പോവും. ഇതാണ് പിന്നെ ഇതിലുള്ളത്. പിന്നെ ഹസാർഡസ് ലൈറ്റ് ഉണ്ട്, അല്ലാതെ തന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ 2 സൈഡിലും വരുന്നത് ബ്രേക്ക് തന്നെയാണ് കേട്ടോ. ബ്രേക്കിംഗ് ആണ് 2 സൈഡിലും, വേറെ ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല. മിറർ ഉണ്ട്, ഫ്രണ്ടിലൊരു കുഞ്ഞ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നോക്കും. ഞാൻ കഴുകിയിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. അതാണ് ഇപ്പം നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ശരിക്കും ഇത് 2023, അതെ 2023 മോഡൽ വണ്ടിയാണ്. 1 വർഷമേ ആയിട്ടുള്ളൂ. നമ്മുടെ വണ്ടിയുടെ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ വണ്ടി കൊണ്ടുള്ള യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു.
പ്രൈസ് പറയുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ പ്രൈസ് ആയിരിക്കും. നമ്മളൊരു മാർക്കറ്റ് പ്ലേസിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. ഒരു ചൈനീസ് ഒരാളുടെ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. കാരണം ഒരുപാട് പേര് നമ്മളോട് ഇതിൻ്റെ പ്രൈസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രൈസ് ചോദിക്കുമ്പോൾ നമ്മൾ പ്രൈസ് പറയുമ്പോൾ എല്ലാവരും ഇത്രയും ചീപ്പായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയും. ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡീലിലാണ് കിട്ടിയത്. $800 നമുക്ക് ഈ വണ്ടി കിട്ടിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഡീലാണ് നമുക്ക് കിട്ടിയത്. അയാൾ ഇവിടെ നിന്ന് വേറൊരു പ്രൊവിൻസിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് തന്നിട്ട് പോയി. നമ്മൾ ഇത്രയും പ്രൈസാണ് കൊടുത്തത്. അതേപോലെ തന്നെ അതല്ലാതെ നിങ്ങളിപ്പോൾ കാനഡയിൽ നോക്കുവാണെങ്കിൽ സൈക്കിൾ കാണാം. അല്ലാതെ ഇപ്പോൾ നിന്ന് പോകുന്ന ഈ ബൈക്ക് തന്നെ നിന്ന് പോകുന്നത് കാണാം. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇലക്ട്രിക് ബൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ നോക്കുവാണെങ്കിലും ഒരു സൈക്കിളിന് തന്നെ $350-400 വരും. അല്ലാതെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇലക്ട്രിക് ബൈക്ക് നിന്ന് പോകുന്നതാണെങ്കിലും അതിനും 1200, 1400 അല്ലെങ്കിൽ 800 പല റേഞ്ചിൻ്റെ ഉണ്ട്. സോ നല്ലൊരു സാധനം ഒരു 75 കിലോമീറ്റർ റേഞ്ചുള്ള ഒരെണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ $1400 വരെ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് നമ്മുടെ മുത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തിനെ കിട്ടിയത് ഈ ഒരു പ്രൈസിനാണ്. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇതുള്ളത് കൊണ്ട്. നാട്ടിലെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം വാങ്ങിക്കാൻ പോകാനാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഇവിടെ നിന്ന് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നോക്കുന്ന സമയത്ത്, ഇപ്പം എനിക്ക് കോളേജിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുവാണെങ്കിൽ 1 കിലോമീറ്റർ നടന്നു പോയി അവിടെ നിന്ന് സ്കൈ ട്രെയിൻ കയറി പിന്നെയും 1 കിലോമീറ്റർ നടക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയും പോയാലും കുറേ ദൂരം നടക്കേണ്ടി വരും. അപ്പം നമുക്ക് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും. അല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ നമുക്ക് ഇത്ര സമയത്തിൽ എത്ര കിലോമീറ്റർ എത്താൻ പറ്റുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു 3 കിലോമീറ്ററൊക്കെ ആണ് നമുക്കൊരു 7-8 മിനിറ്റിൽ പോകാൻ പറ്റുക. അതാണ് ഇതിൻ്റെ ഏകദേശം ഒരു സ്പീഡ്. പിന്നെ 2 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്പീഡ് കുറയും, ചാർജും പെട്ടെന്ന് ഇറങ്ങും. ഒറ്റ സിംഗിൾ യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ വരെ നമുക്ക് പോകാൻ പറ്റും. 2 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചാർജിങ്ങും പെട്ടെന്ന് ഇറങ്ങാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ 2 പേരായിട്ടൊക്കെയാണ് ഞങ്ങൾ കോളേജിൽ പോകാറും അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാറൊക്കെ 2 പേരായിട്ടാണ് പോകാറ്. സോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ടും കൂടെ ഞാനൊന്ന് കാണിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഗായ്സ്, നമ്മുടെ 100 ഡേ ചാലഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Day 7 നമ്മൾ 1 വീക്ക് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഹാൻഡ് ബോൾ കളിക്കുന്നുണ്ട്, നമ്മൾ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ വേറെ ടീമും ഷട്ടിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ പല പല ഗെയിംസ് കളിക്കുന്നുണ്ട്. പെറ്റ്സിനെയും കൊണ്ട് വരാറുണ്ട്. അല്ലാതെ ചുമ്മാ വാക്കിങ്ങിനെ വരുന്നവരുണ്ട്, എക്സസൈസിന് വരുന്നവരുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റും തന്നെ 3-4 പാർക്കുകളുണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സമ്മർ ആയതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സൺസെറ്റും ഏകദേശം 8-9 മണിക്ക് ആയതുകൊണ്ട് നമുക്കൊരു 5 മണി 6 മണിക്ക് ശേഷം ഇറങ്ങുവാണെങ്കിൽ ഒരുപാട് ടൈം കിട്ടും. സൺസെറ്റ് ആവുന്നവരെ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാം. ഇപ്പോഴും ലൈറ്റ് പോയിട്ടില്ല, ഇപ്പോഴും 8:30 സൺസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടും കൂടെ കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി വണ്ടി. ഞാൻ ഓടിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ വണ്ടി കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് ഒരു ഡിസ്ക് ലോക്കും കൂടെ ഉണ്ട്. നമ്മളത് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ എവിടെ പോവുകയാണെങ്കിലും പോവാറ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി ഒരു ദിവസം നമുക്ക് ചെറിയൊരു പണി തന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ വണ്ടിയുടെ ചാർജ് കഴിഞ്ഞു. പക്ഷെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മുടെ മെട്രോയിൽ കയറ്റി കൊണ്ടുവന്ന അവസ്ഥയാണിത്. നമ്മുടെ വണ്ടി എന്നാലും നമ്മളെ രക്ഷിച്ചു.